അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്കും കമ്പ്യൂട്ടറിൽ നിന്നൊരു 10 ചോദ്യമാണ്. യൂസറിൽ നിന്നും ആവശ്യമായ ഡേറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ എന്തോന്നാണ്? യൂസറിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഡേറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പദം ഉത്ഭവിച്ചത് ഏത് ഭാഷയിൽ നിന്നാണ്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പദം ഉത്ഭവിച്ചത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകളാണ് വേഗത, കൃത്യത, സംഭരണശേഷി, വൈദഗ്ധ്യം. ഇതൊക്കെ കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. കമ്പ്യൂട്ടറിനോടുള്ള പേടിയാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. കമ്പ്യൂട്ടറിനോടുള്ള പേടി എന്തോന്നാണ്? സൈബർ ഫോബിയയാണ് കമ്പ്യൂട്ടറിനോടുള്ള പേടി എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിനോടുള്ള പേടി സൈബർ ഫോബിയ. അപ്പോൾ കമ്പ്യൂട്ടർ എന്തോന്നാണ്? യൂസറിൽ നിന്നും ആവശ്യമായ ഡേറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്ക് എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്? ലാറ്റിൻ ഭാഷയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. കമ്പ്യൂട്ടറിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണ്? വേഗത, സംഭരണശേഷി, വൈദഗ്ധ്യം. കമ്പ്യൂട്ടറിനോടുള്ള പേടിയാണ് എന്തോന്ന്? സൈബർ ഫോബിയ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ആരാണ്? ചാൾസ് ബാബേജ്. കമ്പ്യൂട്ടറിൻ്റെ പിതാവാണ് ആര്? ചാൾസ് ബാബേജ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പിതാവ് ചാൾസ് ബാബേജ് വികസിപ്പിച്ചെടുത്ത യന്ത്രങ്ങളാണ് ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക്കൽ എഞ്ചിൻ. ചാൾസ് ബാബേജ് വികസിപ്പിച്ചെടുത്ത എഞ്ചിനുകളാണ് ഡിഫറൻസ് എഞ്ചിൻ, അനലിറ്റിക് എഞ്ചിൻ. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറിൻ്റെ പേരെന്തോന്നാണ്? ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ഏത്? ENIAC. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ENIAC. അപ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യൻ പഠിക്കാം. നമ്മുടെ യൂസറിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഡേറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളാക്കി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിൻ്റെ പദം എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ലാറ്റിൻ ഭാഷയാണ്. കമ്പ്യൂട്ടറിനോടുള്ള പേടി എന്തോന്നാണ്? സൈബർ ഫോബിയാണ്. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ആരാണ്? ചാൾസ് ബാബേജ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ENIAC എന്ന് പറയുന്നത്. ലോകത്തിലെ ആദ്യ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടറാണ് യൂണിവാക്. ഏതാണ്? യൂണിവാക്. ലോകത്തിലെ ആദ്യത്തെ അതായത് കൊമേഴ്സ്യൽ കമ്പ്യൂട്ടറാണ് യൂണിവാക്. യൂണിവാക് ഇവ വികസിപ്പിച്ചത് ആരൊക്കെയാണ്? ജോൺ മോഷ്ലിയും പ്രെസ്പർ എക്കെർട്ടും കൂടെ ചേർന്നിട്ടാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടർ ആരാണ്? ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ടിഫ്രാക്ക് എന്ന് പറയുന്നത്. ടിഫാർക്ക്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ഏതെന്ന് പറയുന്നത്? ടിഫ്രാക്ക് എന്ന് പറയുന്നത്. ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫണ്ടമെൻ്റൽ റിസർച്ച് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്ററാണ് ടിഫ്രാക്ക് നിർമ്മിച്ചത്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടറാണ് ഏത്? യൂണിവാക് എന്നറിയപ്പെടുന്നത്. ENIAC യൂണിവാക് കണ്ടുപിടിച്ചത് ആരൊക്കെയാണ്? ജോൺ മോഷ്ലിയും പ്രെസ്പർ എക്കെർട്ടും കൂടെ ചേർന്നിട്ടാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ഏത്? ടിഫ്രാക്ക് എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് ഉപകരണമാണെങ്കിലോ? ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലേറ്റിംഗ് ഉപകരണമാണ് അബാക്കസ്. പിന്നെ ചൈനക്കാരാണിത് കണ്ടുപിടിച്ചത് കേട്ടോ. കണ്ടുപിടിച്ചത് മെസപ്പൊട്ടേമിയക്കാരും പരിഷ്കരിച്ചത് ചൈനക്കാരുമാണ്. ലോകത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്ററാണ് ഇത്? പാസ്കലിൻ എന്നറിയപ്പെടുന്നത്. ലോകത്തിലെ ആദ്യത്തെ മെക്കാനിക്കൽ കാൽക്കുലേറ്ററാണ് പാസ്കലിൻ എന്നറിയപ്പെടുന്നത്. അടുത്തത് ഇനി ലോഗരിതം ടേബിൾ തയ്യാറാക്കിയത് ആരാണ്? ജോൺ നേപ്പിയർ. അപ്പോൾ നമ്മൾ ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെയായിട്ടുള്ളത്. കമ്പ്യൂട്ടറിൽ നിന്നുള്ളതാണ്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ യൂസറിൽ നിന്നും ആവശ്യമായിട്ടുള്ള ഡേറ്റ സ്വീകരിച്ച് അവയെ പ്രോസസ്സിങ്ങിന് വിധേയമാക്കി അർത്ഥമുള്ള നിർദ്ദേശങ്ങളായി മാറ്റുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ്
കമ്പ്യൂട്ടർ എന്ന് പറയുന്ന പദം വന്നത് ലാറ്റിൻ ഭാഷയിൽ നിന്നാണ്. കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള പേടി സൈബർ ഫോബിയ. കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് ചാൾസ് ബാബേജ്. ലോകത്തിലെ ആദ്യത്തെ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ENIAC. ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടറാണ് യൂണിവാക് എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കമ്പ്യൂട്ടറാണ് ടിഫാർക്ക്. പിന്നെ ലോകത്തിലെ ആദ്യ കാൽക്കുലേറ്റിംഗ് ഉപകരണമാണ് അബാക്കസ് എന്ന് പറയുന്നത്. പിന്നെ ലോകത്തിലെ ആദ്യ മെക്കാനിക്കൽ കാൽക്കുലേറ്ററാണ് പാസ്കലൈൻ. പിന്നെ പാസ്കലൈൻ നമ്മുടെ ഈ ലോഗരിതം ടേബിൾ തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ജോൺ നേപ്പിയറുമാണ്. ലോഗരിതം ടേബിൾ ജോൺ നേപ്പിയർ.